യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഈ ബെൽജിയം എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റേൺ യൂറോപ്പിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. ഒഫീഷ്യലി കിങ്ഡം ഓഫ് ബെൽജിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുമായിട്ട് അത്യാവശ്യം നല്ല ടേംസിലുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് ഈ ബെൽജിയം. നെതർലൻഡ്, ജർമ്മനി, ലക്സംബർഗ്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ബെൽജിയവുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഏകദേശം 30,689 കിലോമീറ്റർ സ്ക്വയർ മാത്രം വിസ്തൃതിയുള്ള ഈ യൂറോപ്യൻ രാജ്യത്തിൽ പക്ഷെ തരക്കേടില്ലാത്ത പോപ്പുലേഷൻ ഉണ്ട്. ഏകദേശം 1,18,00,000 ജനങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ഇവര് സാമ്പത്തികമായിട്ട് നോക്കിയാലും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. $58,000 മുകളിൽ GDP പെർ ക്യാപിറ്റ ഉള്ള ഏതാണ്ട് $700 ബില്യൺ അടുത്ത് നോമിനൽ GDP ഉള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ ഇന്ത്യ ഈ രാജ്യവുമായിട്ട് സഹകരിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ ഈ ബെൽജിയം ഇന്ത്യയുമായിട്ട് കുറെ കാലമായിട്ട് ട്രേഡ് നടത്തുന്ന ഒരു രാജ്യമാണ്. നിലവിൽ ഇന്ത്യയുടെ ട്രേഡ് പാർട്ട്നേഴ്സിൽ 19ാം സ്ഥാനമാണ് ബെൽജിയത്തിനുള്ളത്. ഏതാണ്ട് $8 ബില്യൺ അടുത്ത് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 7.8-7.9 ബില്യൺ അടുത്ത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടും വാങ്ങുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ഒരു അല്പം കൂടുതൽ ബെൽജിയത്തിലോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ബെൽജിയവും തമ്മിൽ വളരെ വിശാലമായ ഒരു സഹകരണത്തിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ബെൽജിയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്. ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ശക്തമായൊരു ഡിഫൻസ് എഗ്രിമെന്റ് ഉണ്ടാകാൻ പോകുന്നു എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബെൽജിയം തന്നെയാണ്. ബെൽജിയത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യയും ബെൽജിയവും തമ്മിൽ ഏറ്റവും വലിയൊരു ചുവട് വയ്ക്കാൻ പോവാണ്. വളരെ വലിയൊരു ചുവട്. നമ്മൾ പരസ്പരം ഡിഫൻസ് രംഗത്ത് സഹകരിക്കാനുള്ള ഒരു വലിയ കരാറ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ബെൽജിയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരസ്പരം ഡിഫൻസ് ഇൻഡസ്ട്രീസ് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ഇന്ത്യയുമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് ബെൽജിയം പറയുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ബെൽജിയം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം അവർ പറയുന്നുണ്ട്. നമ്മൾ ഇനി സ്വന്തം കാര്യം നോക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇനി മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിന് പ്രാധാന്യം നൽകുന്നത് നല്ലതാണെന്നാണ് ബെൽജിയം പറയുന്നത്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുമായിട്ട് അതിശക്തമായ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ഉണ്ടാകുമെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബെൽജിയത്തിന്റെ മിനിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: രണ്ട് രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഷെയർ ചെയ്യേണ്ടതും അനിവാര്യമാണ്. അതായത് ടെക്നോളജികളുടെ അടക്കം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ഡിഫൻസ് രംഗത്ത് പരസ്പരം സഹായിക്കാനുള്ള സുപ്രധാനപ്പെട്ട സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക. ഇന്ത്യയെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡെമോക്രസിയുമായിട്ടുള്ള സഹകരണം ബെൽജിയത്തിന് വളരെ ഗുണം ചെയ്യുമെന്നും ബെൽജിയം വ്യക്തമാക്കുന്നു. മാത്രമല്ല, നൂറുകണക്കിന് ബെൽജിയൻ കമ്പനികൾ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇന്ത്യയിലുള്ള കമ്പനികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ പ്രൊഡക്ഷൻസ്, പുതിയ സംരംഭങ്ങൾ, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ എന്തായാലും US-ഉമായിട്ട് ട്രേഡ് ഡീലിലേക്ക് എത്തും, യൂറോപ്പുമായിട്ട് ട്രേഡ് ഡീലിലേക്ക് എത്തും. ഇന്ത്യ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറുകളിലേക്ക് എത്തുകയും ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു സ്ട്രോങ് റിലേഷൻ ബിൽഡ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ നമുക്ക് വളരെ വലിയ പ്രതീക്ഷകളുണ്ട്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ താരിഫ് ഭീഷണിയൊന്നും ആരും സീരിയസ് ആയിട്ട് കാണണ്ട. എന്ന് വെച്ചാൽ അതിൽ സീരിയസ്നെസ് ഇല്ലെന്നല്ല, പക്ഷേ അത് നമുക്കൊരു വലിയ പ്രശ്നമായിട്ട് വരില്ല. അതിനെയൊക്കെ നമ്മൾ മറികടക്കും. തീർച്ചയായിട്ടും മോദി ഗവൺമെന്റ് അത് നോക്കി മിണ്ടാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആശങ്ക വേണം. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇന്ത്യക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് കിട്ടാത്തൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് കിട്ടുകയാണ്. ചൈനയ്ക്ക് സോവിയറ്റുമായിട്ട് മാത്രമാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. യൂറോപ്പും അമേരിക്കയും നേരത്തെ തന്നെ ചൈനയിൽ കമ്പനീസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചറിങ് നടത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ഈ ഡിഫൻസ് പോലുള്ള മേഖലകളിൽ ക്രിട്ടിക്കൽ ടെക്നോളജി മേഖലകളിലൊന്നും തന്നെ ചൈനയുമായിട്ട് സഹകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ ഓൺ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വളരെ വളരെ പുറകിലാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ F-22ഉം ചൈനയുടെ J-20 വിമാനവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് തന്നെയാണ് എല്ലാ ടെക്നോളജിയിലും ഉള്ളത്. ചൈന പലതും ലോ കോസ്റ്റിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞാൽ പലതും വളരെ പുറകിലാണ്. ചില ടെക്നോളജീസിൽ അവർ മുന്നിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാത്തിലും അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ചൈനയ്ക്ക് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല.
കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവരുടെ പല പോളിസികളും അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരായിരുന്നു അക്കാലത്ത്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ചൈനയ്ക്ക് കഴിയാതെ പോയത്. എന്നാൽ ഇന്ത്യയുടെ മുമ്പിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യ ഒരു ഫ്രണ്ട്ലി നേഷനായിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും സമീപിക്കാവുന്ന വിശ്വസ്തനായ ഒരു സുഹൃത്തായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്ത്യ കൂടെ നിന്ന് ചതിക്കില്ല എന്ന് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം. യൂറോപ്യൻ രാജ്യങ്ങൾ പല പ്രലോഭനങ്ങളും ഇന്ത്യക്ക് തന്നു, പക്ഷേ ഇന്ത്യ റഷ്യയെ ഒറ്റുകൊടുത്തില്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ കാര്യത്തിലും അവരത് കണ്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ കൈവിട്ടപ്പോഴും ഇന്ത്യ ഇസ്രായേലിനെ കൈവിട്ടില്ല. അപ്പൊ ഇന്ന് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് മനസ്സിലായി ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന്. കാരണം ഇന്ത്യയിൽ ഇന്ന് പൊതുവെ ലോകത്തുള്ള വിലയിരുത്തൽ എന്താണ്? ഒരു വലതുപക്ഷ, വളരെ ശക്തമായ ഒരു വലതുപക്ഷ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, BJP. ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പാർട്ടികളെ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ അടുത്തൊരു 10-15 വർഷത്തേക്ക് സാധ്യതയുള്ളൂ. ഒന്ന് കോൺഗ്രസ്, മറ്റൊന്ന് ഇപ്പോൾ ഉള്ള BJP. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി ചിലപ്പോൾ ഭാവിയിൽ അധികാരത്തിൽ വരാം, ഇല്ലെങ്കിൽ BJP കണ്ടിന്യൂ ചെയ്യാം. ഈ രണ്ട് പാർട്ടികളുടെ ഭരണവും ഇന്ന് ലോകം കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കോൺഗ്രസ് കുറെ കാലം ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവരുടെ പോളിസീസ് എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടു. അപ്പൊ 2014 നരേന്ദ്രമോദി വന്നപ്പോ ഒരു പുതിയ ആളായിരുന്നു. ഇന്ന് നരേന്ദ്രമോദിയുടെ പോളിസീസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പലരും വിചാരിച്ചതുപോലെ ഒരു ഏകാധിപതിയോ അല്ലെങ്കിൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളോ അല്ല എന്നും, വികസനത്തിനും പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള സഹകരണത്തിനും മ്യൂച്വലി വളരുന്നതിനും വേണ്ടിയിട്ട് ഉള്ള വിശാലമായ കാഴ്ചപ്പാടുകൾ പിന്തുടരുന്ന ഒരാളാണെന്നും ഇന്ന് ലോകരാജ്യങ്ങൾക്ക് അറിയാം. ഇവിടെയാണ് ബെൽജിയം മാത്രമല്ലെന്നേ, ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗല്, ഈ രാജ്യങ്ങളെല്ലാം പറയുന്നു വരൂ നമുക്ക് ഇന്ത്യയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം, ഇന്ത്യയുമായിട്ട് നമുക്ക് എഗ്രിമെന്റ്സ് ഉണ്ടാക്കാം, ട്രേഡ് ഡീൽസ് ചെയ്യാം, ഡിഫൻസ് ഡീൽ ചെയ്യാം. ഈ ഒരു ട്രസ്റ്റ് വേറെ ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ അവർക്കില്ല. നമുക്കും ഇൻഡിപെൻഡന്റ് ആകാം എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്. US മാത്രം നോക്കി നിൽക്കണ്ട, US ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ബുദ്ധിമോശമാണ്. നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒന്നിച്ച് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് പറയുന്നത്. അവർ റഷ്യയുടെ അടുത്ത് പോവില്ല, കാരണം അവർക്ക് റഷ്യ വിശ്വാസമില്ല. അവർ ചൈനയുടെ അടുത്ത് പോവില്ല, ചൈന അവർക്ക് വിശ്വാസമില്ല. ജപ്പാന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, കാരണം ജപ്പാൻ ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഇല്ല. സൗത്ത് കൊറിയയ്ക്ക് ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഇല്ല. പാകിസ്ഥാൻ അതൊരു കംപ്ലീറ്റ് ഫെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇനി മിഡിൽ ഈസ്റ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇപ്പോ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു സ്ട്രെങ്തും ഇല്ലാതെ നിൽക്കുകയാണ്. സൗദി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, എല്ലാം ഇസ്രയേലിന്റെ അണ്ടറിലാണ്. ഇസ്രയേലിന്റെ മുകളിൽ ആരാണ്? അമേരിക്കയാണ്. അപ്പോ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് ചെയ്യാനില്ല. അവരുമായിട്ട് എന്ത് ടേംസ് ഉണ്ടാക്കാനാണ്? ആഫ്രിക്കയുടെ കാര്യം പറയാനുണ്ടോ? ബ്രസീല് പറയത്തക്ക ശക്തിയൊന്നുമില്ല. അതുപോലെ അർജന്റീന പറയത്തക്ക ശക്തിയൊന്നുമില്ല. ലോകരാജ്യങ്ങൾ എടുക്കൂ, ഓസ്ട്രേലിയ ഒരു ശക്തിയുമില്ല, അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന ഒരു രാജ്യം മാത്രമാണ്. അപ്പോ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇതിലൊന്നും പെടാത്ത ഏക രാജ്യം ഇന്ത്യയുള്ളൂ. അപ്പൊ ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻ ബിൽഡ് ചെയ്യുന്നതാണ് ഒരു ഫ്യൂച്ചറിലേക്ക് നല്ലത് എന്ന് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്കാണെങ്കിലോ റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവർ നോക്കുമ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ നെഗോഷിയേറ്റ് ചെയ്യാൻ 100% വിശ്വസിച്ചുകൊണ്ട് നിന്ന് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു സുപ്രധാനപ്പെട്ട റോൾ എടുക്കാൻ കഴിയുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു അധിനിവേശം എന്തെങ്കിലും ഉണ്ടായാൽ ഇന്ത്യയുടെ ഒരു പ്രഷർ റഷ്യയുടെ മേൽ ഉണ്ടാകുമെന്ന് ഈ രാജ്യങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കണം. ഒപ്പം സമീപകാലത്ത് ടെക്നോളജി രംഗത്ത്, മാനുഫാക്ചറിംഗ് രംഗത്ത്, മിലിറ്ററി എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്ന കാര്യത്തിലൊക്കെ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള പുരോഗതി എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആയുധങ്ങൾക്കും പടിപ്പടിയായിട്ട് വിപണിയിൽ ഒരു വിശ്വാസ്യത കൈവരുന്നത്. ചൈനീസ് വെപ്പൺസ് പോലെ അല്ല, ഇന്ത്യൻ ആയുധങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട്. ഇന്ത്യക്കും അത്തരമൊരു വിശ്വാസ്യതയുണ്ട്. അത് തന്നെയാണ് നമ്മുടെയും ഏറ്റവും വലിയ കരുത്ത്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻ നമ്മൾ വൈകാതെ തന്നെ ബിൽഡ് ചെയ്തെടുക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തമായ കരാറുകളിൽ അധിഷ്ഠിതമായ റിലേഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.